ഏപ്രിൽ ലാസ്റ്റിൽ ഒരു മാർക്കറ്റ് അടി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയാൽ തന്നെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് കൊടുത്തു ഒഴിവാക്കി ഒരു മെയ് പകുതിക്ക് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നന്നാവുന്നത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷു ആശംസകൾ. ഈ ചൊവ്വാഴ്ച മാർക്കറ്റിൽ ആക്ച്വലി ഒരു അൺസർട്ടനിറ്റിയാണ് ഉള്ളത്. ഒരു വശത്ത് പോസിറ്റീവായിട്ടുള്ള ചില അനൗൺസ്മെൻറ്റ്സും അതേ സമയത്ത് മറുവശത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ചില സംഗതികളും. ചൈന അമേരിക്കേൻ്റെ ബന്ധം കൂടുതൽ വഷളായവരാണ്. ഒരു ട്രേഡ് വാർ പ്രതീക്ഷിക്കാം, അത് നെഗറ്റീവ് ന്യൂസാണ്. അതേസമയം 90 ദിവസത്തേക്ക് ട്രംപ് എല്ലാ കമ്പനിയും മേലെ ഇമ്പോസ് ചെയ്ത താരിഫ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അതിന് കൂടെ തന്നെ ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്താൻ പോകുന്നുണ്ട്, അതും പോസിറ്റീവായിട്ട് മാറുന്നു പ്രതീക്ഷിക്കുക. സോ ചൊവ്വ ബുധനൊക്കെ ചിലപ്പോൾ ഒരു അപ്സൈഡ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഏപ്രിൽ ലാസ്റ്റിൽ ഒരു മാർക്കറ്റ് അടി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയാൽ തന്നെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് കൊടുത്തു ഒഴിവാക്കി ഒരു മെയ് പകുതിക്ക് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നന്നാവുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു പൊതുവെ ഒരു ട്രെൻഡ് കാണിക്കുന്നത്. സോ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ റെയിൽവേ സെക്ടറിൽ വളരെ ബുള്ളിഷാണ്. കാരണം റെയിൽവേ സെക്ടർ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ബിഗിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 4 വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടാക്കി കൊടുത്ത് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ് 1% ആയിട്ടേ ഉള്ളൂ. ഇനി 99% ബാക്കി കിടക്കുകയാണ്. സോ ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിന് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കമ്പനിയൊക്കെ എല്ലാ ലാഭങ്ങളും കിട്ടി ശേഷം അത് പീക്ക് ലെവലിൽ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യമില്ല. ഇപ്പോൾ വാങ്ങുമ്പോൾ ഒരുപക്ഷെ സ്റ്റോക്ക് താഴെ വരാം, വോൾട്ടൈൽ കാണിക്കാം. ഇതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്തനോൾ സ്റ്റോറി തന്നെയാണ്. എത്തനോൾ വരുമെന്ന് പറഞ്ഞ സമയത്ത് ആദ്യം പെർമിഷൻ കിട്ടി, 10% എത്തനോൾ പെട്രോൾ ആഡ് ചെയ്യാൻ പെർമിഷൻ കിട്ടി. പെട്രോൾ ആഡ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയതും സ്റ്റോക്ക് അനങ്ങുന്നില്ല. അതിനുശേഷം റിസൾട്ട് വന്നു, ക്വാർട്ടർ റിസൾട്ട് നല്ല റിസൾട്ട് കാണിക്കാൻ തുടങ്ങി. ആക്ച്വലി ഷുഗർ സെക്ടറിൽ എത്തനോൾ ആഡ് ചെയ്യുന്നത് വലിയൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. കാരണം അവരെ വേസ്റ്റ് നിന്നാണ് ഈ എത്തനോൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതായത് അവരുടെ എക്സ്പെൻസാണ് അവരെ പ്രോഫിറ്റായി മാറിയത്. എന്നിട്ടും അനങ്ങിയില്ല. അങ്ങനെ സെക്കൻഡ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് കാണിച്ചു കമ്പനീസൊക്കെ, എന്നിട്ടും അനങ്ങിയില്ല. ഇതിൽ ഒരുപാട് ശ്രമം എന്ന് വെച്ചാൽ എല്ലാവരും കൊടുത്തുപോയി. അതിന് ശേഷമാണ് ഈ സ്റ്റോക്കൊക്കെ 30 രൂപയും സ്റ്റോക്ക് 400-500 രൂപയിലേക്ക് പോയത്. ഒരുപാട് വർഷം പറഞ്ഞ സംഭവമാണ്. സോ ഇതേ ഒരു സംഭവം തന്നെയാണ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ നടക്കാൻ പോകുന്നത്. വാറൻ ബഫറ്റ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായി കൊടുത്തത് റെയിൽവേ സ്റ്റോക്സിനാണ്. ഇതുപോലെ തന്നെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്ന സമയത്താണ് പുള്ളി ആ എല്ലാ സ്റ്റോക്സും എൻ്റർ ചെയ്തത്. ഇതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി അങ്ങോട്ട് കിട്ടാനില്ല. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. മൊത്തം മാറാൻ പോവാണ്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റേഷൻസ്, ട്രെയിൻസ് എല്ലാം മാറാൻ പോവാണ്. സോ ഈ സമയത്തായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യേണ്ടത്, പേഷ്യൻസോട് കൂടിയിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻറ്റയർ റെയിൽവേ സെക്ടറിൽ ഞാൻ വളരെ ബുള്ളിഷാണ്. നിങ്ങൾക്ക് പല സ്റ്റോക്സും വളരെ ചീപ്പ് ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1-2 സ്റ്റോക്സ് അല്ല, ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സായ RVNL സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ഒരു റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അല്ല RVNL. അതിൻ്റെ അപ്പുറത്താണ് സ്റ്റോക്ക് കിടക്കുന്നത്. അതൊന്നും ഇനിയൊന്നും ആവാൻ ഇഷ്ടം പോലെ ബാക്കി കിടക്കും. 1 ലക്ഷം കോടി ഓർഡറിനെ കൈവശമുണ്ട്. പക്ഷേ ഓൾറെഡി അവർ അപ്ലൈ ചെയ്ത ഒരുപാട് ഓർഡേഴ്സ്, അവർ പങ്കെടുക്കാൻ പോകുന്ന ഒരുപാട് ടെൻഡേഴ്സ്, അതും കൂടെ കണക്കെടുത്താൽ അവർ കിട്ടുന്ന പ്രതീക്ഷിക്കുകയാണെങ്കിൽ 2 ലക്ഷം കോടിന് മേലെ ഓർഡർ വരെ ആവാൻ സാധ്യതയുണ്ട്. റീസെൻ്റ്ലി അവർ തന്നെ പറഞ്ഞു, ഈ കണ്ടെയ്നർ കോർപ്പറേഷൻസ് അവരൊരു ടെൻഡർ അപേക്ഷിച്ചിട്ടുണ്ട്. നിയർ അബൌട്ട് 74,000 crores ഓർഡറാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ 1.74 crores ആവും. ഇതൊക്കെ ജസ്റ്റ് ബിഗിനിങ് ആണ്. RVNL ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് റെയിൽടെൽ സ്റ്റോക്ക്. റെയിൽവേ റിലേറ്റഡ് എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻസ് വർക്കും വൈഫൈ കണക്റ്റിവിറ്റി ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ് റെയിൽടെൽ. അതിന് കൂടെ തന്നെ കവർ സിസ്റ്റത്തിലും കൂടെ ഉള്ളൊരു സ്റ്റോക്കാണ് റെയിൽടെലും RVNL ഒക്കെ. അതുകൊണ്ട് ഈ എല്ലാ സ്റ്റോക്കും നിങ്ങൾ റഡാറിൽ വെക്കുക. IRCTC ആണെങ്കിലും, റെയിൽടെൽ ആണെങ്കിലും, RVNL ആണെങ്കിലും, ഇർക്കോൺ ആണെങ്കിലും ഒക്കെ വളരെ വളർച്ച സാധ്യത സ്റ്റോക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ മുഴുവൻ വളർച്ച വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റോക്ക് റെയിലിൽ കിട്ടിക്കോളുന്നില്ല, ഇപ്പം വാങ്ങി വെക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് മറ്റൊരു സ്റ്റോക്ക് ഇതേ സെക്ടറിലുള്ള സ്റ്റോക്സ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. 780 ലെവലിൽ നിന്ന് പകുതിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ. ആക്ച്വലി 750 അബോവ് അതൊരു ഓവർ വാല്യൂഡ് സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ അത് ഇറങ്ങി വന്നു.
ഈ ഒരു ലെവലിൽ 370 ലെവലിൽ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ സ്റ്റോക്കാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. ഞാൻ പറയും ഇൻ ബിറ്റ്വീൻ കറക്ഷൻസ് ഉണ്ടാവാം, അൺസർട്ടനിറ്റി ഉണ്ട് മാർക്കറ്റിൽ, അതുകൊണ്ടൊക്കെ ഒരു കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഏപ്രിൽ ലാസ്റ്റിൽ അടിവരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾ കടന്നു പോകും. പക്ഷെ നമ്മൾ എയിം ചെയ്യുന്നത് ജൂപ്പിറ്റർ വാഗൺസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എപ്പം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയില്ലാന്ന് വരും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ജൂപ്പിറ്റർ വാഗൺസ് പ്രത്യേകിച്ച് വീടുള്ള കാരണം ഇപ്പം മാർച്ച് ക്വാർട്ടറിൽ FIs അവരെ സ്റ്റേക്ക് മെല്ലെ ഇൻക്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് മെല്ലെ കുറഞ്ഞിട്ടുമുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ജൂപ്പിറ്റർ വാഗൺസിന് ഒരുപാട് പോസിറ്റീവ്സ് ന്യൂസാണ് ഉള്ളത്. ഒരു നെഗറ്റീവ് ന്യൂസും എൻ്റെ കാഴ്ചപ്പാടിൽ ജൂപ്പിറ്റർ വാഗൺസ് ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ജൂപ്പിറ്റർ വാഗൺസിൻ്റെ പോസിറ്റീവ്സ് ആസ് വെൽ ആസ് നെഗറ്റീവ്സ്. സോ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ബിസിനസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് എന്ന പേര് തന്നെ വാഗൺ മാനുഫാക്ചറിങ് കമ്പനി. ടിറ്റാഗ റെയിൽ വാഗൺ സിസ്റ്റംസും ജൂപ്പിറ്റർ വാഗൺസ് ഈ 2 കമ്പനിയാണ് വാഗൺ മാനുഫാക്ചറിങ് ഉള്ളത്. അവർ കയ്യിൽ ഒരുപാട് ഓർഡേഴ്സ് 2 കമ്പനിക്ക് നല്ലൊരു സാധ്യത മുന്നോട്ടുണ്ട്. അവർ 9,000 to 10,000 വാഗൺസ് പെർ ഇയർ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ മെയിൻ ബിസിനസ്. സോ അത് ഞാൻ കണ്ട മറ്റ് പൊട്ടൻഷ്യൽ ബിസിനസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടിറ്റാഗ റെയിലെ കമ്പയർ ചെയ്യുമ്പോൾ ജൂപ്പിറ്റർ വാഗൺസ് രണ്ടാളും വാഗൺ മാത്രം ഉണ്ടാക്കുന്ന കമ്പനീസാണ്. പക്ഷേ ജൂപ്പിറ്റർ വാഗൺസ് അതിന് ഒരു പടി മുന്നോട്ട് വെച്ച് അതേ സെക്ടറിൽ തന്നെയുള്ള ട്രെയിൻ വീൽ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഏകദേശം മോണോപ്പൊളി ബിസിനസ്സാണ് അത്. അതിന് പുറമെ ഈ ഒരു വീൽ സെറ്റ്സ് അവർ ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന എക്സ്പോർട്ടും കൂടി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺ. എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നുന്ന സംഭവമാണ്. പക്ഷേ ഇതിനെപ്പറ്റി ഒരുപാടൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത് സെയിം സെക്ടറിൽ റെയിൽവേ സെക്ടറിൽ തന്നെ വാഗണിൻ്റെ കൂടെ തന്നെ റെയിൽ വീൽസ് കൂടെ ഉണ്ടാക്കുന്ന ഒരു ഡിവിഷൻ അവർക്കുണ്ട്. ഡൈവേഴ്സിഫൈഡ് ബിസിനസ് അവർക്ക് ഉണ്ട്. അതിന് ഭാഗമായിട്ട് അവർ ബോണാർഡ് ട്രെയിൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനീനെ ഏകദേശം ഈ വീൽ മാനുഫാക്ചറിംഗ് കമ്പനീനെ അക്വയർ ചെയ്തിട്ട് അതിനെ റീബ്രാൻഡ് ചെയ്തത് ജൂപ്പിറ്റർ ടിട്ര വാഗൺക റെയിൽ വീൽ ഫാക്ടറി എന്ന പേരിലാണ്. അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു അവർ ബിസിനസ്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് മോർ കൺട്രീസിൽ എക്സ്പോർട്ട് ചെയ്യും. ഇപ്പം നിലവിലുള്ള പ്രൊഡക്ഷനിൽ നിന്ന് 100% ആക്കി കൂട്ടാനുള്ള ഒരു EMI ചെയ്ത് ഈ എക്വിസിഷൻ അത് വളരെ സക്സസ്ഫുൾ ആയി മാറിയെന്ന് മാത്രമല്ല അതൊരു ലോസ് മേക്കിംഗ് കമ്പനി അതിനിപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയായിരിക്കും. അത് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിൽ ഈ ഒരു ഡിവിഷൻ നിന്ന് കിട്ടിയ ലാഭം വളരെ വളരെ കൂടുതലാണ്. 20,000 മുതൽ 1,00,000 ഫോർജ്ഡ് വീൽ സെറ്റ് പെർ ഇയർ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്പനിയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ബിസിനസ് വാഗണിൻ്റെ പുറമെ ബിസിനസ്സാണ്. മൂന്നാമത് അവർ ഈ വാഗൺ ഉണ്ടാക്കുന്ന കൂടെ തന്നെ ട്രക്കിൻ്റെ ബോഡീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഭാരത് ബെൻസുമായുള്ള വലിയ വലിയ ട്രക്കിൻ്റെ അതായത് ടോറസ് മാതിരി വണ്ടീൻ്റെ ഹെവി വെഹിക്കിൾസിൻ്റെ ബോഡി ഉണ്ടാക്കി കൊടുക്കുന്ന കൂടെ കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ്. ഇതും ആ കമ്പനീൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് കിട്ടിയ ന്യൂസാണ്. ഇത് മെല്ലെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് കംപ്ലീറ്റ് ഇങ്ങനത്തെ ബോഡി വരുന്ന വണ്ടികളാണ്. ഇപ്പോൾ ടിപ്പർ ബോഡീസിന് വേണ്ടിയിട്ട് ബോഡി ഉണ്ടാക്കുന്നതും കൂടെ കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ്. ഇത് എൻ്റെ 3ാമത്തെ 4ാമത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് പറഞ്ഞത് ഇപ്പം 780 ലെവലിൽ പകുതി കിടക്കാണ് സ്റ്റോക്ക്. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു 320 330 അത് വന്നുകൂടാന്നില്ല. കാരണം നെഗറ്റീവ്സായി പറയുന്നത് ഒരു പോയിന്റിൽ പി റേഷ്യോ കുറച്ച് ഹൈ ആണ്, ഇൻഡസ്ട്രി പിന്നെ കമ്പനി കുറച്ച് ഹൈ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്സ്. ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടത് അവർ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് അതായത് ട്രെയിൻ റിലേറ്റഡ് കമ്പനീസാണ് വാഗൺ ഉണ്ടാക്കുന്ന കമ്പനി. അതിൻ്റെ കൂടെ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള വീൽസ് അത് ഓക്കെയാണ്. അതുപോലെ തന്നെ വാഗൺ ഉണ്ടാക്കുന്നത് വാഗണിൻ്റെ കൂടെ തന്നെ ഇവർക്ക് വേണമെങ്കിൽ കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ട്രക്കിൻ്റെ ബോഡി ഉണ്ടാക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരിപ്പം ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് എൻ്റയർലി ഡൈവേഴ്സിഫൈ ചെയ്ത് EV സ്പേസിലേക്ക് കാണുന്നുണ്ട്. അത് ജനറലി നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും ഡൈവേഴ്സിഫൈ ചെയ്ത് പോകുമ്പം എപ്പോഴും ഒരു ആശങ്കയായിരിക്കും മാർക്കറ്റ് അതിനെ നോക്കിക്കാണാം. അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലോ എന്നൊരു പ്രതീക്ഷ. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്സ് അങ്ങനെ കമ്പനീസ് അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ ആവണമെന്നില്ല. അഥവാ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ വേറെ റേഞ്ചിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. EV സ്പേസിൽ കാണുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ EV സ്പേസിൽ അവർ ഫസ്റ്റ് വണ്ടി ഇറക്കി അവർ ഈ ബൈക്കോ കാറോ ഒന്നല്ല ഇറക്കുന്നത്. അവർ ലൈറ്റ് വെഹിക്കിൾ സെഗ്മെൻറ്റിലാണ് ഇറക്കുന്നത്. അത് വളരെ കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ടുള്ളൂ. അശോക് ലൈലാൻഡ് ഇറക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു.
സോ അവർ ആ റോട്ടുമിൽ ഇറക്കി കഴിഞ്ഞു EV സ്പേസ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് ആ വണ്ടീൻ്റെ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ ഇത് അടിച്ച് കയറും. പിന്നെ EV സ്പേസിലേക്ക് കടന്ന സ്ഥിതിക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കലി EV ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബാറ്ററീസും കൂടെ എൻ്റർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിനൊരു ലോഗോ 9 എന്ന കമ്പനീനെ റെയിൽ ആൻഡ് EV ബാറ്ററി സ്പേസിലെ കമ്പനി ഇവർ എക്വയർ ചെയ്തിട്ട് അവർ സിസ്റ്റർ കൺസേൺസ് ഉണ്ട് ജൂപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി എന്നൊക്കെ ജെംസ് വരും. അവർ ത്രൂ ആണ് ലോഗോ 9 എന്ന കമ്പനീനെ എക്വയർ ചെയ്തിട്ട് EV ബാറ്ററി സ്പേസിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ EV സ്പേസ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാറ്ററി സ്പേസും സക്സസ്ഫുൾ ആവും. ബാറ്ററി സ്പേസിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്, അതൊരു നെഗറ്റീവാണ്. ഇപ്പോൾ റെയിൽവേ, പക്ഷേ ഈ ബാറ്ററീസ് അവർ സ്പെഷ്യലൈസ്ഡ് റെയിൽവേ ബാറ്ററീസ് അതുപോലെ തന്നെ ട്രക്ക് ബാറ്ററീസിലാണ് ഇവർ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റെയിൽവേ ബാറ്ററീസിൽ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരുപാട് ആൾക്കാരുള്ളത് മറ്റേ നമ്മൾ സാധാരണ ബൈക്കിൻ്റെയും കാറിൻ്റെയും ബാറ്ററീസിലാണുള്ളത്. റെയിൽവേ ബാറ്ററീസ് കുറവാണ്. സോ ഇവർ എൻ്റർ ചെയ്ത സ്പേസ് റെയിൽവേ ബാറ്ററിയും ഇലക്ട്രിക്കൽ ട്രക്ക് ബാറ്ററിയാണ്. നമ്മൾ നോക്കി കാണാവുന്ന ബിസിനസ്സാണ്. അത് ഡൈവേഴ്സിഫൈ ചെയ്ത ബിസിനസ്സാണ്, എന്താവുമെന്ന് അറിയില്ല. അതൊരു നെഗറ്റീവ് കൺസേൺസ് ആണ്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റമാണ് ജൂപ്പിറ്റർ വാഗൺസ് കാണിക്കുന്നത്. 15,245 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഫേസ് വാല്യൂ 10 രൂപയാണ്. സ്പ്ലിറ്റും ചെയ്തിട്ടില്ല. സ്റ്റോക്കിന് P 41.4 ആണ്. ഇൻഡസ്ട്രി P 34.5 ആണ്. അത് ആർവേലിൻ്റെ PO ഹൈ ആണ്. ചില സ്റ്റോക്സ് ഇങ്ങനെ ഹൈ പിയിൽ നിൽക്കും, അവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇൻട്രസ്റ്റിലെ വേറെ സംഭവം ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.16 ഉള്ളൂ. എത്രയോ കുറവാണ്. ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഇൻട്രൻസിക് വാല്യൂ 341 രൂപയുള്ള കമ്പനിയാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 31%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 27.4% ഉണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ഇടണം കാരണം തന്നെ FIRs ഈ മാർച്ചിൽ മെല്ലൻ അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ട് 3.44 3.86 ആയത് 0.4% ഇൻക്രീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 5 കൊല്ലത്തോളമായിട്ട് 80% CAGR ഗ്രോത്ത് പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ്. പ്രസൻറ്റ് പ്രൈസ് 370.90 ആണ്. ഇയർ ഹൈ 748, ഇയർ ലോ 270 ആണ്. സോ 370 ഇപ്പം 50 DMA മേലെയാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്. ഒരു 425 200 DMA കിടക്കുന്നത്. അതും കൂടെ കട്ട് ചെയ്ത് പോയാൽ നന്നായി കയറിപ്പോവും. പക്ഷേ നമുക്ക് 420 ടാർഗറ്റ് വെച്ചിട്ടൊക്കെ വാങ്ങാം. ഏപ്രിൽ 3rd വീക്ക് ഏതാണ് 400 എബോവ് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് താഴത്തുനിന്ന് വീണ്ടും ഒരു 350-370 വാങ്ങാൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് റണ്ണിലേക്ക് ജൂപ്പിറ്റർ വാഗൺസ് അവൻ്റെ ഇയർ ഹൈ കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നെഗറ്റീവായി പറയുന്നത് പ്രശ്നം ഈ ഡൈവേഴ്സിഫൈ ചെയ്ത ബിസിനസ് എങ്ങനെ പോകുന്നുള്ള കാര്യം. അതിലെന്തെങ്കിലും പാളിച്ചയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് താഴോട്ട് വരും. ഇല്ല, വേറെ പ്രശ്നം പ്രത്യേകമൊന്നും ഇല്ല, ഇങ്ങനെ കയറി. ഇപ്പോൾ ആ ഒരു ഡൈവേഴ്സിഫൈ ഫീൽഡ് EV വെഹിക്കിൾ ഇവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ 1000 നിൽക്കാൻ നന്നായി കയറിപ്പോൾ സാധ്യത. നല്ല ക്വാർട്ടർ റിസൾട്ടൊക്കെ ലാസ്റ്റ് ടൈം ക്വാർട്ടർ ഡിസംബർ റിസൾട്ട് നല്ല പ്രോഫിറ്റ് കാണിച്ച കുറച്ച് കമ്പനീസ് ഉള്ള അതിലൊന്നാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ജൂപ്പിറ്റർ വാഗൺസിനെ പറ്റി ഇതൊന്ന് പഠിച്ചു നോക്കാം. ലോങ് ടേമിലേക്ക് നല്ലൊരു ബെറ്റായിരിക്കും. കാരണം എത്രത്തോളം ഡെവലപ്മെൻറ്റ് നടക്കുക അത്ര വരെ ഹോൾഡ് ചെയ്യുക. നമുക്ക് ഉറപ്പാണ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകുന്നത്. അതിനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുവരെ ഹോൾഡ് ചെയ്യുക, അതുവരെ ക്ഷമയോട് കാത്ത് നിൽക്കുക. നിങ്ങൾക്കെല്ലാം നല്ല റിട്ടേൺ ഈ ജൂപ്പിറ്റർ വാഗൺസിലും ആർബനിലും റെയിൽടെല്ലിലും എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.